0.1/0.01 സമം x/0.001 ആയാൽ എക്സിൻ്റെ വില കാണുക. ഇത് a/b സമം c/d എന്ന രൂപത്തിലാണ്. a/b സമം c/d എന്ന രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. 0.01 ഇൻറ്റു എക്സ് 0.01 എക്സ് സമം ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. 0.1 ഇൻറ്റു 0.001 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. a/b സമം c/d ആയാൽ AD സമം BC എന്ന രൂപത്തിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിച്ചു, ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിച്ചു. ഇതിന്ന് എക്സ് കാണാൻ ഈ 0.01 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. 0.01 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. അത് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ എക്സ് സമം ഇവിടെ എന്താ ഉള്ളത്? 0.1 ഇൻറ്റു 0.001 ബൈ ഇൻറ്റു എന്നുള്ളത് വരുമ്പോൾ ബൈ ആവും 0.01. ഇത് ദശാംശ സംഖ്യകളുടെ ഗുണനോ ഹരണമാണ്. ദശാംശ സംഖ്യകളുടെ ഗുണനോ ഹരണമാണ്. നമുക്കിത് ചെയ്യണമെങ്കിൽ ദശാംശം ഒഴിവാക്കുക. ദശാംശം എവിടെയാണ് കൂടുതൽ നോക്കുക? അംശത്തിൽ ഇവിടെ ഒരു ദശാംശ സ്ഥാനം, ഇവിടെ 3 സ്ഥാനം. ഇവിടെ ദശാംശ സ്ഥാനം 1, ഇവിടെ ദശാംശ സ്ഥാനം 3, 1 3 ആകെ 4 ദശാംശ സ്ഥാനമുണ്ട്. ഛേദത്തിലാണെങ്കിലോ 2 ദശാംശ സ്ഥാനമുള്ളത്. ഇപ്പോൾ ഇവിടെയാണ് ദശാംശം കൂടുതൽ, അംശത്തിലാണ് ദശാംശം കൂടുതൽ. അപ്പോൾ അംശത്തിലത്തെ ദശാംശം ഒഴിവാക്കുക. ഇവിടുത്തെ ദശാംശം കളഞ്ഞാൽ എത്ര വരും? 1 ഇൻറ്റു ഇവിടെ ഡെസിമൽ കളഞ്ഞാൽ അവിടെയും 1 വരും ബൈ. അപ്പോൾ അംശത്തിൽ നമ്മൾ 4 ദശാംശ സ്ഥാനം ഒഴിവാക്കി. 4 ദശാംശ സ്ഥാനം ഒഴിവാക്കിയതിന് പകരമായിട്ട് ഛേദത്തിലും 4 സ്ഥാനം ഒഴിവാക്കണം. ഛേദത്തിൽ 4 സ്ഥാനം ഇല്ല ഒഴിവാക്കാൻ, 2 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി 2 സ്ഥാനത്തിന് 2 0 ഇടുക. അപ്പോൾ ഇവിടെ 2 0 ഇട്ടാൽ സംഖ്യ എന്ത് വരും? 100 എന്ന് വരും. 100 1 ഇൻറ്റു 1 1/100. 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. അപ്പോൾ 1 എന്ന് എഴുതിയിട്ട് ഇതിൽ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണമെങ്കിൽ ഇവിടെ ഒരു 0 ഇടണം, എന്നിട്ട് ഇവിടെ പോയിൻ്റ് ഇടണം. ഉത്തരം 0.01.